ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പാടം. എല്ലാവർക്കും നൊസ്റ്റാൾജിക് ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് പാടം, കുളം, തോട് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഗ്രാമീണ ഭംഗിയുടെ മൂർത്തിഭാവം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ പാടങ്ങളും കുളങ്ങളും തോടുകളും ഒക്കെ ചേർന്നതാണ്. അത്തരം ഒരു ചെറിയ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോണ വഴിക്കുള്ള പാടങ്ങളും തോടൊക്കെയാണ് നമ്മൾ കാണുന്നത്. പാടത്തിൻ്റെ നടുക്കിലൂടെയൊക്കെയുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സൈക്കിള് ആയിട്ട് പാടത്തിൻ്റെ അടുത്ത റോഡിൽ പോയിട്ട് ചവിട്ടാറുണ്ട്. ഈ വൈകിട്ടുള്ള ടൈമിൽ നല്ല കാറ്റൊക്കെ അടിച്ച് സൈക്കിൾ ചവിട്ടി നടക്കാനായിട്ട് നല്ല രസമാണ്. ഇപ്പം ഇന്ന് ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. 2 സൈഡും പാടം, നടുക്കിൽ കൂടെയുള്ള ആ റോഡിലൂടെയുള്ള യാത്ര. ഇപ്പോൾ ഒരു ചെറിയൊരു തോട് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളതൊന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ ആ പൊത്തിൻ്റെ ഉള്ളിലൊരു പാമ്പ്. അപ്പോൾ ഞങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കറക്റ്റായിട്ട് പോണ സ്പോട്ട് വേറെയാണ്. ആ പോണ വഴിക്ക് കണ്ട ഒരു ചെറിയ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചെന്താണ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിനെ ഞങ്ങൾ പറയുക ഒഴുക്കര എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു കുറച്ച് ലോങ്ങിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി വരിക, ഒരു മലയുടെ ഒക്കെ ചെറിയയിൽ കൂടെ അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ്. അത് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോമിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ആദ്യം നമുക്കിത് ഈ ചെറിയ വെള്ളം ഒഴുകുന്ന ഒരു വഴികളൊക്കെ നമുക്ക് കാണാം. ഒരു സൈഡ് പാടം, ഒരു സൈഡ് തോട്. നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു തോട്. ഇത് നിറയെ വെള്ളമാവട്ടെ. ഇപ്പോൾ വെള്ളം കുറച്ച് വലിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ടാണ് അടി പരന്ന് കിടക്കുന്നത്. ആ ദൂരെ കാണുന്ന പാലില്ല, ആ പാലത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴുകുന്ന പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല മഴയുള്ള സമയത്ത് അതൊക്കെ ഒപ്പം പോകുന്ന പറയുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് മാത്രമേ പോയിട്ടുള്ളൂ. നല്ല മഴയുള്ള സമയത്ത് ഈ പാടവും തോടൊക്കെ ഒരുമിച്ച് വെള്ളം നിറഞ്ഞു കിടക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ, ഈശ്വര മുല്ലച്ചെടിയാണ്. സ്റ്റാർബെൽ എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും വേറെ ഈ ചെടിയുടെ പേര്. ഇതൊക്കെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസാണ്. നമ്മൾ ഇതല്ല യഥാർത്ഥ കാഴ്ച, കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കാണാം. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം അല്ലേ. അപ്പോൾ ഞങ്ങൾ യാത്രയുടെ ഇടയിൽ നിറയെ പുല്ലൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലൂടെ മെല്ലെയാണ് പോകുന്നത്. വല്ല പാമ്പോ വള്ളിച്ചാതികളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ നിറഞ്ഞു പോകും. ഇതാണ് നമ്മുടെ പ്ലേസ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ പാടം, നടുക്ക് തോട്. കണ്ടില്ലേ, ഇതാണ് പാടം, ഇത് തോട്. അപ്പുറത്ത് കാണുന്നതാണ് കുളം. ഈ കുളവും തോടൊക്കെ ഏതാണ്ട് ഒപ്പമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കുളം ഇതാണ് നമ്മളുടെ പ്ലേസ്. എങ്ങനെയുണ്ട്? ഒരു അടിപൊളി വെള്ളച്ചാട്ടമല്ലേ ഇവിടെ കാണുന്നത്. പാടം, തോട്, കുളം, ഇതാണ് ആ സംഭവം. അയ്യോ, സൂപ്പർ അല്ലേ. നമുക്ക് ചുറ്റും എത്ര സുന്ദരമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ കണ്ടില്ലേ. ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടാവുമ്പോൾ ഇതിനേക്കാൾ രസം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്? ഈ പ്ലേസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ?
ഇനി അങ്ങ് ദൂരെ ഒരു മലയുണ്ട്, അങ്ങനെ ഞങ്ങൾ പറയുക, മല എന്നല്ല പറയുക, കല്ലായിക്കുന്ന് എന്നൊക്കെ പറയുക. അവിടെ നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെയാണ്. മറ്റൊരു വ്ളോഗിൽ ഞാൻ ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ആ കല്ലായിക്കുന്നത്ത് നിന്നാൽ നമുക്ക് ഈ പാടമൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഈ പാടത്തിൻ്റെ. അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, തിരിച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.